ടു കോമേഴ്സ് ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെല്ലിങ്ങും മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. 3 to 4 മാർക്സിന് എപ്പോഴും സ്ഥിരം ചോദിക്കുന്നതാണ്, അതുകൊണ്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ, സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടാണ് എന്നാണ് പറയുന്നത്. ഓൺലി എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് എന്നാണ് ഇവിടെ പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വൈഡർ ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് അവിടെ റെഡി ആയില്ലേ? രണ്ടാമത്തെയാണ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനമായിട്ട് ആര് പോകും? കസ്റ്റമർ പോകും. പക്ഷെ മാർക്കറ്റിംഗിന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് പ്രോഫിറ്റ് ത്രൂ സെയിൽസ്. സെയിൽസ് നടത്തുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. മാർക്കറ്റിംഗിന്റെ കേസിൽ പ്രോഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. മറ്റടുത്ത് സെല്ലിംഗിൽ വരുന്ന എന്താണ്? സെയിൽസിലൂടെ ഒരു സാധനം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടും. മറ്റേ കേസിൽ പറയുവാണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. നാലാമത്തെ പോയിന്റ് ആണ് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് സെല്ലിംഗ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മാർക്കറ്റിംഗിന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ 4 പോയിന്റ് എന്റെ കുഞ്ഞുങ്ങൾ എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. 3 മാർക്ക് ആണെങ്കിൽ 3 പോയിന്റ് മാത്രം എഴുതിയാൽ മതി.